നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. നിരന്തരമായി ഇന്ത്യക്കെതിരെ വെല്ലുവിളി ഉയർത്തുകയും ഇന്ത്യക്ക് ഒരു ഭീഷണിയായി തുടരുകയും ചെയ്യുന്ന ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ, ഈ സ്ഥിതിഗതികൾ ഇന്ത്യക്കെതിരെയുള്ള പോർവിളിയായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കണ്ടും മനസ്സിലാക്കിയും മാത്രമല്ല ബംഗ്ലാദേശിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയും അതുപോലെ അവരുടെ സ്ഥാപനങ്ങളും വീടുമൊക്കെ ആക്രമിക്കുകയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം ബംഗ്ലാദേശിന് ഇന്ത്യയുടെ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് ശക്തമായ ഒരു താക്കീതാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സുതാര്യമാകണം, കൂടാതെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന തെരഞ്ഞെടുപ്പാണ് നടത്തേണ്ടത് എന്ന് വ്യക്തമാക്കുക വഴി നമ്മുടെ ഷെയ്ഖ് ഹസീന, അതായത് ഇന്ത്യ അഭയം കൊടുത്ത ഇന്ത്യയിൽ കഴിയുന്ന ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും അവരുടെ പാർട്ടി അവാമി ലീഗിനെയും പരിഗണിക്കണമെന്ന് കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ തുടരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമെന്നാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അടുത്തിടെ നടന്ന ഹിന്ദു യുവാക്കളുടെ കൊലപാതകത്തെ അങ്ങേയറ്റം ഖേദകരമെന്ന് വിശേഷിപ്പിച്ച വിദേശകാര്യ വക്താവ് രൺബീർ ജയ്സ്വാൾ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ തെറ്റായ പ്രചാരണം നടക്കുന്നു എന്നുകൂടി കൂട്ടിച്ചേർത്തു. ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും ഇന്ത്യക്ക് അവഗണിക്കാനാവില്ലെന്നും കർശന നടപടി വേണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയിൽ വലിയ ആശങ്കയുണ്ടെന്നും കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും രൺബീർ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിലെ മെയ്മൻ സിംഗിൽ ആൾക്കൂട്ടം ഹിന്ദു യുവാവിനെ മർദ്ദിച്ചു കൊന്നതിലുള്ള കടുത്ത അതൃപ്തി വ്യക്തമാക്കുകയായിരുന്നു ഇന്ത്യ. ആൾക്കൂട്ട കൊലയെ അപലപിക്കുന്നുവെന്നും നിയമലംഘകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും 27 വയസ്സുള്ള ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകം ചൂണ്ടിക്കാട്ടി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺബീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായ യൂനുസിന്റെ കാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ 3000-ഓളം അക്രമ സംഭവങ്ങൾ ഉണ്ടായെന്നാണ് കണക്ക്. സമാധാനവും സ്ഥിരതയുമുള്ളതുമായ ബന്ധമാണ് ബംഗ്ലാദേശുമായി ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സുതാര്യമാകണം, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന തെരഞ്ഞെടുപ്പാണ് നടത്തേണ്ടത് എന്ന് വ്യക്തമാക്കുക വഴി നമ്മുടെ ഷെയ്ഖ് ഹസീനയെയും അവരുടെ പാർട്ടിയായ അവാമി ലീഗിനെയും പരിഗണിക്കണം എന്നുകൂടിയാണ് ഇന്ത്യ പറഞ്ഞു വയ്ക്കുന്നത്. ബംഗ്ലാദേശിൽ ഭരണമാറ്റത്തിന് പിന്നാലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരമായി നടക്കുന്ന ആക്രമണങ്ങളെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയാക്കാൻ ഇന്ത്യ നീക്കം നടത്തുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നും ഇന്ത്യ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിൽ തൻ്റെ പുറത്താകലിന് പിന്നാലെ അധികാരമേറ്റ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിൽ ബംഗ്ലാദേശ് ഭരിക്കുന്ന മതേതരത്വം തകർക്കുന്ന സർക്കാരാണെന്ന് ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തി. മുസ്ലിങ്ങളല്ലാത്തവർക്കെതിരെ വലിയ അതിക്രമം നടക്കുന്നു. അധികാരം നഷ്ടമായതിന് പിന്നാലെ മതന്യൂനപക്ഷങ്ങളെ ജീവനോടെ കത്തിച്ചു കൊല്ലുന്നത് പോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. ഇതായിരുന്നില്ല ബംഗ്ലാദേശിൻ്റെ ഭൂതകാലം എന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത്. കാരണം കാലങ്ങളോളം ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ അലങ്കരിച്ച വ്യക്തിത്വമാണ് നമ്മുടെ ഷെയ്ഖ് ഹസീന. ഏറെ നാൾ ഇങ്ങനെ തുടരാനാവില്ലെന്നും ഷെയ്ഖ് ഹസീന കൂട്ടിച്ചേർത്തു. കഴിഞ്ഞയാഴ്ച ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന സംഭവത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പരാമർശം. അതിനിടെ ബംഗ്ലാദേശിൽ മറ്റൊരു ഹിന്ദു യുവാവിനെ കൂടി ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തി. തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള രാജ്ബാരിയിലെ പങ്ഷ ഉപജില്ലയിൽ രാത്രി 11 മണിയോടെയാണ് 29-കാരനായ അമൃത് മണ്ഡൽ എന്ന സാമ്രാട്ട് കൊല്ലപ്പെട്ടത്. എന്തായാലും പാകിസ്ഥാന്റെ സഹായത്തോടെ അസീം മുനീറിൻ്റെയും ISIയുടെയൊക്കെ സഹായത്തോടെ ബംഗ്ലാദേശ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെയുള്ള വലിയൊരു പടയൊരുക്കമാണ്. അതിനുള്ള ശ്രമമാണ് ബംഗ്ലാദേശ് നടത്തുന്നത്. എങ്കിലും ഇതെല്ലാം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത സർക്കാർ
ബംഗ്ലാദേശിൻ്റെ അതിർത്തികളിൽ ശക്തമായ നിലയുറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു ആക്രമണത്തിൻ്റെ സ്വഭാവമുണ്ടായാൽ തീർച്ചയായിട്ടും അതിശക്തമായ തിരിച്ചടി ബംഗ്ലാദേശിന് നൽകാനും ഇന്ത്യ മടിക്കില്ല എന്ന കാര്യവും ലോകം മുഴുവൻ വിശ്വസിക്കുന്ന സമയമാണ്. അതായത് ഒരടിക്ക് വേണ്ടി ബംഗ്ലാദേശ് യാചിച്ചാൽ തീർച്ചയായും നല്ല ശക്തമായ അടി തന്നെ ബംഗ്ലാദേശിന് കൊടുക്കും. ഈ കലാപങ്ങളെല്ലാം അമർച്ച ചെയ്യുമെന്ന് മാത്രമല്ല, ബംഗ്ലാദേശിൽ പുതിയൊരു സർക്കാരിനെ ഭാരതം പ്രതിഷ്ഠിക്കുകയും ചെയ്യും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.